തിരുവാതിര എന്ന് പറഞ്ഞിട്ട് ഇത് കളിക്കുമ്പോൾ ഞങ്ങൾ ഇതെന്തേ കാണിക്കുന്നത്? ഞാൻ അധികം ഈ പരിപാടി കാണാത്ത ഒരാളാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കൈകൊട്ടിക്കളിയില് ആശാനാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ എന്താണ് ഈ പറയുന്ന കൈകൊട്ടിക്കളിയില് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം? ഈ നെഗറ്റീവ് കമന്റ് വന്നതുകൊണ്ട് എനിക്കൊരു വലിയ ആശയാണ് എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്ത് എനിക്ക് ഒന്നും കൂടി ചെയ്യണം. അസുഖമല്ല എന്ത് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. അസുഖം എന്ന് പറയുമ്പോൾ വേറൊരു അസുഖം പറയും, മെന്റൽ ആണോ എന്ന് പറഞ്ഞൊരു ചോദ്യം വരാം. നോ ഇഷ്യൂ. കളിയും അതുപോലെ തന്നെ വീരനാട്യവും രണ്ടും രണ്ടാണെന്ന്, അതിനെ കുറിച്ച് ഒന്ന് കൂടുതലായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പൊ രണ്ടും ഒന്നാണോ? ഞാൻ പറയട്ടെ, അവരൊക്കെയാണ് ഇന്റർവ്യൂ എടുക്കേണ്ടത്. ശരിയായ കൈകൊട്ടി കളി എന്താണെന്ന് അവര് ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവരുടെ കയ്യിൽ നിന്ന് കിട്ടും ഒരു ഗ്യാങ് കൂടി. കാരണം സിനിമ പാട്ട് കളിപ്പോ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈകൊട്ടിക്കളി എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഈ ഡപ്പാൻ കുത്തും ഡാൻസിന്റെ മേഖലയിൽ എല്ലായിടത്തും മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം എല്ലാ മേഖലയിലും കയ്യൊപ്പ് വെച്ചിട്ടുണ്ട്. ഡാൻസിന്റെ മേഖലയിൽ എല്ലാ മേഖല എന്ന് പറയില്ല. കഥകളി, ഓട്ടംതുള്ളൽ ചെയ്തിട്ടില്ല. എന്റെ ചേച്ചി ചെയ്യുന്ന സമയത്ത് കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കഥകളി, ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന, തിരുവാതിര, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പിന്നെ മാർഗംകളി എല്ലാം ഓരോ തവണയാണ്. തിരുവാതിര ഒത്തിരി തവണ ഈ പറയുന്ന മനോജ് ഭാഷ പോലെയുള്ളവരൊക്കെ പഠിപ്പിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്. പിന്നെ നാടൻ നൃത്തം ചെയ്തതിന് കണക്കില്ല. ഇതൊക്കെ എന്താ പറയാ, ഒന്നൊരു ത്രൂ ഔട്ടായിട്ട് ഒന്നിലും നിൽക്കാത്തത് കൊണ്ടാണ് ഒരു ഫിനിഷിങ് കിട്ടാത്തത്. പിന്നെ കുറേ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ കൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ചില സമയത്തുള്ള നമ്മുടെ ചിന്താഗതികൾ അതും കൂടി വരുന്ന സമയത്ത് ഞാൻ പറയണ്ടല്ലോ, അതെന്താണെന്ന് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരിക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് ഒന്നും ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴും ഇത് ശാരീരിക ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്ന പല അസുഖങ്ങൾ. ഇപ്പൊ അസുഖം എന്ന് പറയുമ്പോൾ വേറൊരു അസുഖം പറയും, മെന്റൽ ആണോ എന്ന് പറഞ്ഞൊരു ചോദ്യം വരാം. നോ ഇഷ്യൂ. അസുഖങ്ങൾ, പിന്നെ ആ ടൈമിൽ തന്നെയായിരുന്നു ഡെലിവറി. ഇത് രണ്ടും കൂടി വന്ന് നോക്കുമ്പോൾ പോയിട്ടുണ്ടായിരുന്ന കുറെ അസുഖങ്ങൾ പിന്നെയും തിരിച്ചു. അപ്പം അതിനനുസരിച്ചിട്ട് പല സ്റ്റെപ്പുകളും എനിക്കിന്ന് കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ പോയി വരാൻ, മക്കളെ നോക്കാൻ ഒരു കുഞ്ഞും മകനുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ നോക്കാൻ ഒരാളില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആവും അല്ലേ? ജോലിയും കൂടി ഉണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആവും. പിന്നെ മൊബൈൽ ഫോൺ കൂടുതൽ നോക്കുമ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലോ, ഇപ്പം അറിയാലോ, ആ കൊറോണ ടൈമിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ ഓൺലൈനിലാണ്, വാട്സപ്പിലാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുട്ടിയുടെ കാര്യം. ഇതും കൂടി ആകുമ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നതും കൂടി വരാം. എപ്പിലെക്സി, മൈഗ്രെയിൻ എല്ലാം വരാൻ തുടങ്ങി. ഇത് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ശ്രമിച്ചു, പരാജയം. ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ടല്ലോ. ടീച്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി പ്രോബ്ലം ഇല്ലാണ്ടിരിക്കൊന്നുമില്ല. ടീച്ചർ ആവാനും ഗവൺമെന്റ് സ്കൂളിലാണ് കയറണമെങ്കിൽ കുഴപ്പമില്ല, എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ ഫിനാൻഷ്യലി കെട്ടിവെക്കാതെ ഒന്നും കയറാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 60,000 ഒന്നും കിട്ടില്ല. അത് അറിയുന്നവർക്കറിയാം. തുച്ഛമായ ശമ്പളവും കാര്യം, ഹാർഡ് വർക്കിംഗ് ഒത്തിരി ഉണ്ട്, എല്ലാ ജോലിക്കും ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ചിലപ്പോൾ ജീവിതം കരകയറ്റാൻ പറ്റൂല. ഓക്കെ, അമ്മയായാലും അച്ഛനായാലും ഭർത്താവായാലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള സമയത്ത് ഈ രോഗം കൂടി വരുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെയും എന്ത് ചെയ്ത്, കലയിലേക്ക് എല്ലാം മറക്കാൻ വേണ്ടി കലയിലേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് അസുഖം ഇല്ലായില്ല. അസുഖങ്ങളുണ്ട്, അത് സ്വാഭാവികം. ഇതിലും വലിയ അസുഖങ്ങൾ എത്രയോ പേരുണ്ട്. അപ്പോൾ കല വരുന്ന സമയത്ത് എനിക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻജോയ് എല്ലാം എനിക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതി ഇതങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഇപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് വന്നതുകൊണ്ട് എനിക്കൊരു വലിയ ആശയാണ് എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്ത് എനിക്ക് ഒന്നും കൂടി ചെയ്യണം. അസുഖമല്ല എന്ത് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യും. അത് കൃത്യമായിട്ട് എൻ്റെ ഗുരുക്കന്മാരുടെ അവരുടെ ജതി പറയുമ്പോൾ, അവർ പാടുമ്പം അതിനനുസരിച്ചിട്ട് ചുവട് വെക്കും. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും എല്ലാവരും കാണാം. അതിനും എനിക്ക് നെഗറ്റീവ് കമന്റ് തരണം, എന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, കുറച്ചും കൂടി ഉഷാറാക്കാൻ വേണ്ടി പറ്റൂ. അതെ, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ടീച്ചർ ആക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കീഴിൽ പഠിച്ച് നമ്മളൊരു സ്ഥാനത്ത് എത്തിയിരിക്കണം. ഇപ്പൊ ഈ കൈകൊട്ടിക്കളിയിൽ നമ്മൾ ശരിക്കും കണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്ത കുറെ ആൾക്കാരെയാണ്. ഇപ്പോ ആശാൻ എന്ന ലേബിൾ കൊടുത്തിട്ട് ഇവരാശാനാണ്, അവരാശാനാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കൈകൊട്ടിക്കളിയിൽ ആശാനാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്?
ഒന്നും അറിയാത്തത് എന്ന് പ്രിയ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഡാൻസിനെ കുറിച്ച്, അതായത് ഇപ്പൊ കൈകൊട്ടിക്കളിയുടെ താഴത്തുള്ള കമന്റ്സ് നോക്കിക്കഴിഞ്ഞാല് ഭരതനാട്യത്തിന് ഇത് ക്ലാസിക്കൽ അല്ല, അല്ലെങ്കിൽ ഭരതനാട്യം പോലെയുള്ളൊരു കലയല്ല ഈ പറയുന്ന വീരനാട്യം. അതായത് നമുക്ക് അതിനകത്ത് ഓരോ പാട്ട് വരുമ്പോൾ അതിന് യോജിച്ച സ്റ്റെപ്പ് ആയിരിക്കില്ല അവര് കളിക്കുന്നത്, അതിന് യോജിച്ച മുദ്രകളായിരിക്കില്ല കാണിക്കുന്നത്, തരത്തിലുള്ള കുറെ കമന്റ്സും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. പ്രിയ, പക്ഷെ ഒരു കാര്യമുണ്ട്, കൈകൊട്ടിക്കളിക്ക് മുദ്രയില്ല. കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് കൊട്ടിക്കളിയാണ്, കൈ കൊട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പറയും നോക്കുന്ന സമയത്ത് കൃത്യമായി നോക്കുക, കണ്ണ് കുത്തനെ നോക്കി കളിക്കരുത്. ഞാനിപ്പോ പ്രിയോട് വർത്താനം പറയുമ്പോൾ ഫുൾ ടൈം കുത്തനെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ അങ്ങോട്ട് ഓടുന്ന സമയത്ത് തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നോട്ടത്തിന് പ്രാധാന്യം കൊടുക്കണം, പിന്നെ ഡ്രസ്സിന് പ്രാധാന്യം കൊടുക്കണം. പക്ഷെ കൈകൊട്ടിക്കളിക്ക് കൃത്യമായി വേണ്ടത് കൊട്ട്, കാൽച്ചുവട്, അതായത് കൈത്താളം, കാൽച്ചുവട്, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. അതിന് മുദ്രയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, പല ജില്ലകളിലും വ്യത്യസ്ത രീതിയിലുള്ള ചുവടുകളും ഒക്കെയാണ് നടത്തുന്നത്. ചില അധ്യാപകർ, കാരണം അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൈകൊട്ടിക്കളിയെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ല. ഈ പറയുന്ന ഞാനും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള എറണാകുളത്ത് ഞാൻ ആശാന്മാരുടെ കൂടെയാണ് വിധി നിർണയത്തിന് പോകുന്നത്. എനിക്കറിയില്ല, കാരണം അത്ര ഈ പറവൂർ മേഖലയിലൊക്കെ പേരെനിക്കറിയില്ല. കാരണം ഈ ഓണക്കളിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പാട്ടുകളും ചിട്ടപ്പെടുത്തിയിട്ടൊക്കെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇത് മെച്ചപ്പെടുത്തിയിട്ട് കൊണ്ടുവരുന്നു, അവർക്കറിയാം. അപ്പോൾ മുദ്രകൾക്ക് ഒരിക്കലും പ്രാധാന്യമില്ല. പക്ഷേ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ മുദ്ര കളിക്കുന്ന രീതിയിൽ ടീമുകൾ വന്ന് പിടിക്കുന്നു, പല രീതിയിലുള്ള മുദ്ര. ഞാൻ ചിലത് പിടിക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയൊക്കെ ഫീൽ ചെയ്യുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടായിരിക്കാമെന്ന് തോന്നാം, കാണും. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന മക്കൾ തന്നെ, ഞാനും എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ ഫീൽ ചെയ്യണ്ടെന്ന് വെച്ചിട്ടാ പല പല മുദ്രകൾ പിടിക്കുന്ന സമയത്ത് ആ കുട്ടികൾ വളരെ നന്നായിട്ടും കളിച്ചിട്ടുണ്ടാവും. കമ്മിറ്റിക്കാരുടെ നിബന്ധനകളിൽ ഇതൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഏറ്റവും നന്നായിട്ട് കളിച്ച ടീം അതാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് മാർക്ക് വീഴും. അപ്പൊ അവിടെ ഒരു ചോദ്യത്തിന്, ആ ഒരു ചോദ്യത്തിന് ഞാൻ വലിയ പ്രസക്തി കാണുന്നില്ല. അത് തെറ്റാണ്. കാരണം കൃത്യമായിട്ടുള്ള ഒരു നിബന്ധന വെച്ചിട്ട് കമ്മിറ്റിക്കാർ വെക്കുന്ന നിബന്ധനക്കനുസരിച്ചിട്ടാണ് ഇന്ന് ജഡ്ജ്മെന്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ പക്ക ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആയിരിക്കും ജഡ്ജസ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവുക. നിബന്ധനകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ജഡ്ജസ് എന്തിനു നോക്കണം? അപ്പൊ നമുക്ക് ജഡ്ജസിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ മുദ്രകൾക്ക്, അതായത് മുദ്രകൾക്കല്ല പ്രാധാന്യം, കൈകൊട്ടിക്കളിക്കാണ് പ്രാധാന്യം. പ്രോപ്പർട്ടി ആ നിബന്ധനകൾ കമ്മിറ്റിക്കാർ വെച്ചതിനനുസരിച്ചിട്ട് വന്നിട്ട് ശരിയായ രീതിയിൽ കൈകൊട്ടി കളിക്കുന്ന ഒരു ടീം വന്നിട്ടുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം. കാരണം കൊട്ടിക്കളി ചുവട് അത് മനസ്സിലാക്കണം. അതും ആ ടൈമിൽ മുദ്രകൾക്ക് നോക്കിയിട്ട് കൊടുക്കാൻ. അതാണ് ക്ലാസിക്കൽ ഡാൻസേഴ്സ് ഇരുന്ന് കഴിഞ്ഞിട്ട്. ഞാനിപ്പോ ഒരു ക്ലാസിക്കൽ ടീച്ചർ ആയിരുന്നു പാസ്റ്റ് അത് എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പോയിട്ട് ഇരുന്നിട്ട് കൈകൊട്ടിക്കളിയെ കുറിച്ച് മനസ്സിലാക്കാതെ ഞാൻ കണ്ട നല്ല വൃത്തിയിൽ ആ ടീം കളിക്കുന്നുണ്ട്, ദാ മുഖഭാവം, എന്താ ലാസ്യം എല്ലാം നോക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അടി കിട്ടേണ്ടതാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ എന്താണ് ഈ പറയുന്ന കൈകൊട്ടിക്കളിയില് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം? കാൽച്ചുവട്, കൈത്താളം ഇതുണ്ടാവണം. പിന്നെയോ യോജിപ്പ്, ആവർത്തനം. അതായത് 4 കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ 4 ആദ്യം കളിച്ച അതേ സ്റ്റെപ്പ് തന്നെയായിരിക്കണം, സ്റ്റെപ്പ് ആവരുത് പിന്നെ വരണ്ട. റിപ്പീറ്റേഷൻ, അധികം റിപ്പീറ്റേഷൻ, എന്നാലും റിപ്പീറ്റേഷൻ ഒക്കെ വരും. പക്ഷെ ഒരു എന്താ പറയാ, ആദ്യത്തെ പാട്ടിന് ഇട്ട സ്റ്റെപ്പ് തന്നെ രണ്ടാമത്തെ പാട്ടിന് ഇടുക പാടില്ല. ഇപ്പൊ കൈത്താളം എന്ന് പറയുന്നതൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഉണ്ട്. 2 കൊട്ട് വരുന്നുണ്ട്, ട വരുന്നുണ്ട്, രൂപകം, അങ്ങനെ ഒരുപാട് ചുവടുകളുണ്ട്. 10ഉം 14ഉം ചുവടുകളൊക്കെ ഉണ്ട്. 14 ചുവടുകളൊക്കെ ഇവിടെ കളിക്കുന്ന ടീമുകൾ അപൂർവമാണ്. എനിക്കറിയില്ല 14 ചുവട് കേട്ടോ, സത്യം പറയുന്നതെല്ലാം തനക്ക് വളരെ ചുരുക്കം ചുവടുകളെ അറിയൂ. അത് ഇനിയും ഞാൻ പഠിക്കാനിരിക്കുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിന്റെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇടപ്പള്ളി. അപ്പൊ അവിടുത്തെ കുറച്ച് ആശാന്മാരുണ്ട്, അശോകേട്ടൻ, ബാലേട്ടൻ, അങ്ങനെ കുറേ ടിനു, ഇങ്ങനെ ഒത്തിരി ആശാന്മാരുണ്ട്. ഇവരുടെയൊക്കെ കീഴിൽ നിന്ന് എന്താ അവര് പറഞ്ഞു തന്നിട്ടുള്ള കണ്ണപ്പൻ അങ്ങനെ ഒത്തിരി ആശാന്മാര്. അവരൊന്നും ഈ സോഷ്യൽ മീഡിയ ഇല്ല കേട്ടോ, ഒത്തിരി പ്രായമുള്ളവരാ. അവരെ പോലെയുള്ളവരുണ്ടെങ്കിൽ ശരിയായ ഉത്തരം അവരൊക്കെയാണ് ഇന്റർവ്യൂ എടുക്കേണ്ടത്. ശരിയായ കൈകൊട്ടിക്കളി എന്താണെന്ന് അവർ പറഞ്ഞു. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കും അറിയാം, അവരും ഇതുമായിട്ട് ഇറങ്ങിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ചുവടുകൾ വെച്ച് കളിക്കുന്നതിനാണ് പ്രാധാന്യമുള്ളത്. അത് മനസ്സിലാക്കി എല്ലാ ജില്ലയിലുള്ളവരും എന്ത് ചെയ്യുക, ഉൾക്കൊണ്ട് കളിക്കാൻ നോക്കുക. കാരണം ഈ കലാരൂപത്തിന് ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ കൊല്ലാണ്, അതിൻ്റെ അപ്പുറത്തെ കൊല്ലാണ് എന്നിട്ട് മംഗലം കളി എന്നുള്ള കലാരൂപമൊക്കെ മത്സരവേദികളിൽ ഒരു കലാരൂപമായിട്ട് വന്നു കഴിഞ്ഞു. അതേപോലെ ഈ കൈകൊട്ടിക്കളീനും എന്താ പറയുക, ജില്ലാ മത്സരവേദികളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിലാണ് പലരും. അപ്പൊ ആ പ്രയത്നത്തിൽ എല്ലാ
ജില്ലയിലുള്ളവരും ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കൈകൊട്ടിക്കളി എന്നുള്ള കലാരൂപം നിലനിൽക്കൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ കലാകാരികളും ഒന്ന് ഇറങ്ങിച്ചില്ല. എന്നോട് ചോദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കും കുറച്ചേ അറിയൂ. പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി നല്ല നല്ല ആശാന്മാരുടെ അടുത്ത് ഇറങ്ങുക. കണ്ടു മനസ്സിലാക്കുന്നതിനെക്കാട്ടും കൂടുതൽ കളിച്ചു മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. ഞാനും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ള പ്രചോദനം ഇന്ന് കളിക്കുന്ന എല്ലാ ടീമിലുള്ള കുട്ടികളാണ്. ആ കുട്ടികളുടെ കളി കാണുമ്പോഴാണ് അയ്യോ ഇതിങ്ങനെയല്ലല്ലോ, ഈ ചുവടിന് വ്യത്യാസം ഉണ്ടല്ലോ, ഇത് ഏത് ചുവടാ കളിച്ചത്, അതൊന്ന് പഠിക്കണം എന്ന് തോന്നുന്നത്. ഞാൻ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ടീമുകളുടെ കൂടെ മാത്രം കളിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അവിടെ മാത്രം നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും മനസ്സിലാക്കില്ലായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ രേണുക ടീച്ചറെ കുറച്ച് പേര് അറിയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഫുള്ള് പഠിച്ചില്ല, മറ്റ് കലാരൂപങ്ങൾ പഠിച്ച പോലെ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഭരതനാട്യം, കുച്ചിപ്പുടിയും മോഹിനിയാട്ടമൊക്കെ പഠിച്ചതിനെക്കാട്ടും ഞാൻ കുറച്ച് കൂടുതലായിട്ട് കൈകൊട്ടി കളീനെ കുറിച്ച് പഠിച്ചു വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലായിരിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ മകൻ പറയുന്ന എന്നോട് പറയും, എപ്പ അമ്മ കൈകൊട്ടി കളിക്ക് പോകുന്നു, കുറെ ദിവസമായല്ലോ പോയിട്ട്. കാരണം മകൻ പോലും ഇപ്പൊ പറയുന്ന അമ്മ കൈകൊട്ടിക്കളിയുടെ ജഡ്ജ്മെന്റ്, കൈകൊട്ടിക്കളി 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 ഇതേ പറയാനല്ലോ. അമ്മ വേറെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇപ്പൊ ലാസ്യ കലാരൂപം, അപ്പോൾ വായനാ ദിനം ഇതിനടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മോന് കൊടുക്കുമ്പോൾ, മോനെ ലാസ്യ കലാരൂപം ഏതാണെന്നറിയാം, കൈകൊട്ടിക്കളി. കുട്ടിക്ക് ഇതേ വരുന്നുള്ളൂ, മോഹിനിയാട്ടം. കാരണം അമ്മയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കും തോന്നുന്നു ഞാൻ കുറച്ച് കൂടുതലായിട്ട് കൈകൊട്ടിക്കളിയെ പ്രണയിക്കുന്നു. കാരണം എനിക്ക് അതിനോട് ഭയങ്കര, അതുപോലെ തന്നെ കലാകാരികളെല്ലാം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പ്രണയം എന്ന് പറയുന്നത് കൈകൊട്ടിക്കളി പ്രണയമാണ്. ആ പ്രണയം എന്ന് പറയുന്നത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം. കൈകൊട്ടിക്കളിയും അതുപോലെ തന്നെ വീരനാട്യവും രണ്ടും രണ്ടാണെന്ന്, അതിനെക്കുറിച്ച് ഒന്ന് കൂടുതലായിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആളില്ല. ചിലപ്പോ രഞ്ജിത മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കാം. അപ്പൊ രണ്ടും ഒന്നാണോ? ഞാൻ പറയട്ടെ. ആന്ധ്രാപ്രദേശിന്റെ തനത് കലാരൂപം എന്ന് പറയുന്നത് കുച്ചിപ്പുടി. ഓക്കെ, ക്ലാസിക്കലാണ്. പക്ഷേ ആന്ധ്രാപ്രദേശില് വീരനടനം എന്നുള്ള രീതിയിൽ ഒരു കലാരൂപമുണ്ട്. അത് വീരനാട്യമല്ല. പക്ഷെ ചിലവരൊരു വീരനാട്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി, ഞാൻ പോയി കണ്ടു മനസ്സിലാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. പിന്നെ ചില വേദികളിൽ ചില ജഡ്ജസ് അത് പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുള്ള ഒരുപാട് ധാരണയില്ല. അത് വീരനടനമാണ്. നടനമാണോ അങ്ങനെ എന്തോ, വീരനാട്യം അല്ല. പക്ഷെ കൈകൊട്ടിക്കളി എന്നുള്ളതിന് വീരനാട്യം എന്നുള്ള പേര് ആര് കൊണ്ടുവന്നു എന്ന് എനിക്കറിയില്ല. ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ വീരനാട്യം എന്ന് എഴുതി വെക്കുന്ന ഈ തിരുവനന്തപുരം സൈഡിലൊക്കെ പോസ്റ്റർ, ഇന്ന് വീരനാട്യ മത്സരം, 24/6/2026 വീരനാട്യ മത്സരം. പക്ഷെ വട്ടക്കളിയാണ് കൈകൊട്ടിക്കളി, അല്ലാതെ വീരനാട്യമല്ല. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാനൊക്കെ തിരുവാതിര ആ ഒരു ഇതിലുണ്ടായിരുന്നതാണ്. എന്റെ വീട്ടിലെ ഒരു കലാകുടുംബമാണ്, എന്റെ ചേച്ചി ഡാൻസ് ടീച്ചർ തന്നെയാണ്. അപ്പോ ഈ തിരുവാതിര എന്ന് പറഞ്ഞിട്ട് ഇത് കളിക്കുമ്പോ ഞങ്ങൾ ഇതെന്തേ കാണിക്കുന്നത്, അതായത് തുടക്ക സമയമാണ്. അപ്പൊ ഞാൻ ഇതെന്തേ കളിക്കുന്നത്. അപ്പൊ ആ ടൈമില് എന്റെ ചേച്ചി കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ടീച്ചേഴ്സ് ആണ്. അപ്പൊ പറയും, ഈ നോർമൽ ക്ലാസിക്കൽ ടീച്ചേഴ്സിന് തന്നെ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരു എന്താ പറയാ, ഇതെന്താ കാണിക്കുന്നേ എന്നുള്ളൊരു മോഡൽ ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരൊരു ഫ്ലെക്സ് ഇറക്കിയിട്ടുണ്ടായി. അപ്പോഴാണ് വീരനാട്യം എന്ന് പറയുന്ന പേര് അതിൽ കാണുന്നത്. അപ്പൊ നോക്കി എന്താണ് ഈ വീരനാട്യം. പിന്നെ വന്ന് ഇപ്പോഴാണ്, ഞാൻ അധികം ഈ പരിപാടി കാണാത്ത ഒരാളാണ്. പിന്നെയാണ് ഇങ്ങനെ കണ്ടു വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഫുള്ള് വരുന്നത് കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞ പേരില് വന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ചേച്ചി ഇവിടുന്ന് പറയുന്നത്, വീരനാട്യം 1, കൈകൊട്ടിക്കളി 2, തിരുവാതിര 1. അങ്ങനെ തിരുവാതിര എൻറ്റയർലി വ്യത്യാസമാണ്. കൈകൊട്ടിക്കളി അല്ല. തിരുവാതിര കളിയിൽ വേണ്ട, തിരുവാതിര കളിയെല്ലാം മെയിനായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, അതിന് മാത്രം നിൽക്കുന്ന അധ്യാപകർ. അപ്പോ അവര് ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവരുടെ കയ്യിൽ നിന്ന് കിട്ടും ഒരു ഗ്യാങ് കൂടി. കാരണം തിരുവാതിര കളിയും കൈകൊട്ടിക്കളിയും വ്യത്യാസം. വട്ടക്കളി എന്ന് പറയുന്നതാണ് കൈകൊട്ടിക്കളി എന്ന് പറയുന്നത്. അതായത് നാടൻ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ, ചുവടുകള്, കാൽച്ചുവട്, എന്താന്ന് പറയാ, ഓണക്കളി പാട്ടുകൾ. ഓണക്കളി ഇപ്പോ പല സ്ഥലത്തും നമ്മൾ പറയും, എന്താ പറയാ, മംഗളമൊന്നും ഈ കൈകൊട്ടിക്കളിക്ക് പാടില്ല എന്ന്. പക്ഷെ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് പല സ്ഥലത്തും നടക്കാൻ വേണ്ടി പോകുന്ന കൈകൊട്ടിക്കളി മത്സരത്തിലെ എന്താ പറയാ, നിബന്ധനകളിൽ മംഗളത്തിൽ തുടങ്ങി മംഗളത്തിൽ അവസാനിക്കുക എന്നുള്ള രീതിയിൽ വരെ വെക്കുന്നു. നമുക്ക് ഒരിക്കലും അവരുടെ അടുത്ത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. കമ്മിറ്റിക്കാർ വെക്കുന്ന എന്താണോ അതിനനുസരിച്ചിട്ട് ചെയ്യും. കാരണം അവരുടെ ഒരു എൻജോയ്മെന്റ്, അന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുക. അപ്പോൾ കലയും മറ്റുള്ളവർക്ക് വിഷമമില്ലാത്ത രീതിയിൽ. അപ്പൊ ആ നിബന്ധനകൾ അനുസരിച്ച് ചെയ്യുക. പക്ഷെ ചില നിബന്ധനകൾ പാടെ ഞാൻ തള്ളിക്കളയാറുണ്ട്. ആ നിബന്ധന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡി ജെ പാട്ടുകൾ കൊണ്ടുപോയി വെക്കുക,
അതുപോലെ തമിഴ് ഡപ്പാങ്കൂത്ത് സോങ്ങുകൾ. തമിഴ് ഡപ്പാങ്കൂത്തിൽ ഇപ്പോൾ എന്താണിപ്പോൾ പേരിട്ടുന്നില്ല, അങ്ങനെ രണ്ടു മൂന്ന് തമിഴ് പൊട്ട തെലുങ്കിലും കുറെ പാട്ടുകൾ ഇപ്പൊ ആരേ പ്രീതം പ്യാരേ അതൊക്കെ കളിക്കൂ. അങ്ങനത്തെ അത്തരത്തിലുള്ള പാട്ടുകൾ, അത്ര എനിക്ക് ആ പാട്ട് കിട്ടുന്നില്ല, അത്തരത്തിലുള്ള പാട്ടുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈകൊട്ടിക്കളി എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഈ ഡപ്പാങ്കൂത്തും ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ വ്യത്യാസമുണ്ട്. അപ്പൊ നന്നായിട്ട് കളിക്കുന്ന ടീമുകളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ആ സ്പോട്ടിൽ പറയാൻ പറ്റില്ല, സ്വകാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയാ നിയമാവലികൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനോട് ഞാൻ തീർച്ചയായിട്ടും എതിർക്കുന്ന ഒരാളാണ്. DJ അതുപോലെ അശ്ലീല പാർട്ടിയുടെ അപ്പോൾ കഴിഞ്ഞ ഒരു പരിപാടിയുടെ സമയത്ത് ടീമിന്റെ ഞാൻ പറയില്ല, ബാഗ്ദാദ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. ഇതു പാഠമല്ലെന്റെ ബാഗ്ദാദ് തന്നെയാണോ അത്? അല്ല, ബാഗ്ദാദ് അല്ല, കർഷകന്റെ വിലാപാണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതു പാഠമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കനിവിന്റെ മുഖമാണ്. ഈ പാട്ട് വെച്ചിട്ട് കൈകൊട്ടിക്കളി ചെയ്യും. ഞാൻ ടീമിനെ പറയില്ല, കാരണം ഞാൻ എന്ത് പറയുമ്പോൾ അതിന്റെ താഴെ വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ചിലവർ തീമായിട്ട്, അതായത് ഒരു വിലാപം, അമ്മയുടെ വിലാപം അത് കാണിക്കാം, പിന്നെ ലഹരിക്കെതിരെയുള്ള ഇതൊക്കെ കൈകൊട്ടിക്കളിയിൽ ഉൾപ്പെടുത്തുന്ന നിരവധി ടീമുകളുണ്ട്. അതായത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് പല ട്രാജഡികൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിലെ ഫീലിങ്സ്, അപ്പോ കൊലയിലേക്ക് എത്തുക, പിന്നെ അത് കഴിഞ്ഞ് തീം മാറ്റി പിന്നെയും ചുവടിലേക്ക്, അത്തിന്തോഹം തോം താന എൻഡിങ്ങാ എൻജോയ്മെന്റ്, അത്തിന്തോഹം തോം കൊടുക്കുന്നു. കമ്മിറ്റിക്കാർക്ക് കുഴപ്പമില്ല, കാണു നിൽക്കുന്ന ഞാൻ പോയിട്ടാടുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ, കണ്ടു നിൽക്കാം. ലാസ്റ്റ് ചിലപ്പോൾ മറ്റു ടീമുകൾ കളിക്കുന്നുണ്ടാവില്ല, ഈ ടീമായിരിക്കും നന്നായിട്ട് കളിക്കുന്നുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് കൊടുക്കാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ, കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ചിലപ്പോൾ അധികം നന്നായിട്ട് കളിക്കുന്ന ടീമുകൾ ഉണ്ടാവില്ല, ഇവരായിരിക്കും ഉണ്ടാവും. അപ്പൊ കൊടുത്തേ പറ്റൂ, അല്ലെ ആ കുട്ടികൾ ചോദിക്കുന്നതിന് ഉത്തരവില്ല. നിയമാവലികളിൽ ഇതൊന്നും ഇല്ല. ടാബ്ലോ പാടില്ല, ഒരു സോസസ് പാടില്ല. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന മത്സരവേദികൾ ഞാൻ പറയലുണ്ട്, DJ സോങ്, പാർട്ടി ബേസ്ഡ് സോങ് ഇതൊന്നും കലയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. DJ വേറെയാണ്, ഇതിൽ ഉൾപ്പെടുത്തരുത്. അതുപോലെ മംഗളം ചില സ്ഥലത്ത് ഞാൻ പറയലുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ ഇന്ന് എനിക്ക് വോയിസ് ഇല്ല. അത് ചില കമ്മിറ്റിക്കാർക്കും ചില ജഡ്ജസുകൾക്കും ടീമുകൾക്കൊക്കെ അത് ആവശ്യമാണ്. അപ്പോൾ കാരണം ഇതിൻ്റെ ഉള്ളിലും കുറേ കാര്യങ്ങളുണ്ട് പ്രിയ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പങ്കുവെക്കുന്നു. ഓക്കെ, ഇപ്പോ കോസ്റ്റ്യൂമിന്റെ കാര്യം പലതിലും കണ്ടിരിക്കുന്നത് പല വേഷങ്ങളാണ്. ഒരു ഷോർട്ട് സ്കേർട്ട്, പിന്നെ കളർഫുൾ ആയിട്ടുള്ള ധാവണി, പിന്നെ കാണുന്ന സെറ്റും ഉണ്ടാണ്. ഇതിന്റെ കോസ്റ്റ്യൂം എങ്ങനെയാണ്? കൈകൊട്ടിക്കളിക്ക് കോസ്റ്റ്യൂം എന്ന് പറയുന്നത്, നമുക്കിപ്പോ സിനിമാറ്റിക് ഡാൻസിന് പലതരത്തിലുള്ള കോസ്റ്റ്യൂം ഉണ്ട്. ഓക്കെ, ജീൻസ് ഇടാം, നിക്കർ ഇടാം, പല രീതിയിൽ. ഇപ്പൊ ടപ്പാങ്കൂത്തിനായാലും പോലും പല രീതിയിൽ ചെയ്യാം. പക്ഷെ ഇന്ന് പ്രിയ കണ്ടിട്ടുണ്ടോ, ക്ലാസിക്കൽ ഡാൻസ് തന്നെ ചില പാട്ടിന്റെ സിനിമാറ്റിക് അല്ല, വെസ്റ്റേൺ സോങ് ഇട്ട്, ഇപ്പൊ മുക്കാപ്പിൽ അത് ഒരു കാലത്ത് ആ ഒരു സ്റ്റൈലിൽ മുക്കാൽ ഇത് മാത്രമേ അടിക്കൂ. ഇന്ന് റീൽസ് ചെയ്യുന്ന സമയത്ത് പലരും കാണാൻ മുക്കാല കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അത് തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ടീച്ചർ തെറ്റെന്ന് പറഞ്ഞിട്ട് ടീച്ചർ കളിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഓക്കെ, അത് ചില സമയത്ത് കോമ്പറ്റീഷൻ വേദികളിൽ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്ന കാര്യമാണ്. അതേപോലെ കൈകൊട്ടിക്കളി കളിക്കുന്ന സമയത്ത് ചൂരിദാർ ഇട്ടിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ കളിക്കാം. ഓക്കെ, പട്ടുപാവാടിയും ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കളിക്കാം. പക്ഷെ അത് കോമ്പറ്റീഷനിൽ ആവരുത്. അപ്പൊ കോമ്പറ്റീഷനിൽ കളിക്കുന്ന സമയത്ത് ചില ടീമുകൾക്കല്ല ഒരു ഇതെല്ലായിരിക്കും, ഒന്നിക്കൽ എന്താ പറയാ, നമ്മുടെ സെറ്റും മുണ്ടും ഇല്ലേ, സെറ്റും മുണ്ടും എടുത്തിട്ട് കളിക്കാം. സെറ്റും മുണ്ടും എടുത്തിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. പിന്നെയോ പാവാടിയും ബ്ലൗസ്. ഇപ്പൊ എറണാകുളം സൈഡിലൊക്കെ പാവാടിയും ബ്ലൗസ് ഇട്ടിട്ടാണ് കളിക്കുന്നുണ്ടാവും. പക്ഷെ ധാവണി എന്നുള്ള രീതിയിൽ ഒരു ഷാളും കൂടി ഉണ്ടാവും, പല കളറില്. അതായത് മഞ്ഞ, ഓറഞ്ച്, ഇപ്പൊ അങ്ങനെ ആയി മാറി. ആദ്യഘട്ടങ്ങളിൽ ഇപ്പൊ മലബാർ ഏരിയയിലൊക്കെ കളർ ഡ്രസ് ഇട്ടിട്ട് കളിക്കൂല, എല്ലാവരും സെറ്റും മുണ്ട്. അപ്പൊ സെറ്റും മുണ്ട് കൊടുത്തിട്ട് കളിക്കുന്നുണ്ട്, സെറ്റ് സാരി കൊടുത്ത് കളിക്കുന്നുണ്ട്. ഇപ്പൊ പാവാട സെറ്റ്, അതിങ്ങനെ തന്നെയല്ലേ പറയാ, സെറ്റും മുണ്ടും പാവാടയും എന്നുള്ള രീതിയിലല്ലേ പറയാ, ആ രീതിയിൽ കളിക്കുന്നുണ്ടാവും. പക്ഷെങ്കിലോ എല്ലാവരും ഒരേ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ടുള്ള നിയമാവലി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പലരും പല രീതിയിൽ ചെയ്യുന്നു. പക്ഷെ വേഷവിധാനം എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. പക്ഷെ ഗ്രൂപ്പ് ഡാൻസിന്റെ പളവള തിളങ്ങുന്ന ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കാൻ വേണ്ടി പാടില്ല. അത് ആഭാസമായിരിക്കും. കാരണം കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും. കാരണം ഗ്രൂപ്പ് ഡാൻസിന്റെ കിരീടം വെക്കുന്നു, ഇത് വെക്കുന്നു, വലിയ അപ്പൊ ഗ്രൂപ്പ് ഡാൻസും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? കേട്ടിട്ടുണ്ടോ? നാടൻ നൃത്തം ചെയ്യുന്ന സമയത്ത് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നവരുടെ വേഷത്തിന് പ്രാധാന്യമില്ല. നാടൻ നൃത്തമല്ല, നാടൻ പാട്ട്, വേഷത്തിന് പ്രാധാന്യമില്ല.
പക്ഷെ എങ്കിൽ പോലും മത്സരങ്ങളിൽ നാടൻ പാട്ടിൽ എല്ലാവരും ഒരേ രീതിയിലുള്ള വേഷം ധരിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അതൊരു ഭംഗിയാണ്. ആ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും വേഷം ഒരുപോലെ ആയിരിക്കുക. കാരണം ഞാനിപ്പോൾ ഇരിക്കുന്നു, എൻ്റെ കൂടെ വേറൊരാൾ ഇരിക്കുന്നു, ഞാൻ എൻ്റെ ബ്ലൗസ് നല്ല രീതിയിൽ എടുക്കുന്നു, ബാക്കിൽ കൊണ്ടുപോയി കെട്ടുവെക്കുന്നു, പാവാട ഞാൻ താത്തി എടുക്കുന്നു, പാവാടയുടെ താഴെ വേറെ ഇടുന്നു, മുന്താണിയുടെ അറ്റത്ത് പോലെ വേറൊരാൾ ഇടുന്നില്ല. അപ്പോൾ കളിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഇയാളെ ശ്രദ്ധിക്കുക. പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റുന്നത് കണ്ടുപിടിക്കാനും ഒക്കെ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ടാണ് വേഷവിധാനത്തിൽ പലരും പറയുന്നുണ്ട് വേഷം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, കമ്മല് വീഴുമ്പോൾ ശ്രദ്ധിക്കേണ്ട. പക്ഷെ മത്സരമാകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എന്നാലേ അതൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്നോട് പലരും പറഞ്ഞു ടീച്ചറെ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഞാനും അവോയ്ഡ് ചെയ്യാം, അത്രേ പറയൂ. കാരണം എനിക്ക് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമില്ല. എല്ലാ ജഡ്ജസും ഒരു നിയമാവലി, കൃത്യമായിട്ടുള്ളൊരു നിയമാവലി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാൻ റെഡിയാണ്. ഇപ്പൊ ഈ കളിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഒന്നല്ല ഈ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പേരൻസിന് താല്പര്യം ഇല്ലാത്തവരുണ്ട്, അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്കിപ്പോ പേര് പറയില്ല, ഒന്നിനും പേര് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല, എല്ലാത്തിനും അനുഭവങ്ങളുണ്ട് ഇഷ്ടംപോലെ. അപ്പോ ഒരു കുട്ടി ഇന്ന് ഞാനിത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കാരണം ചെറിയ ടൈമിൽ ഞാൻ നന്നായിട്ട് ഡാൻസ് പഠിപ്പിച്ചു, നല്ല ടാലന്റഡ് ആണ്. അപ്പോൾ ഡാൻസ് പഠിപ്പിച്ചു. പക്ഷെ അവളെ സ്റ്റേജിൽ കയറാൻ വിടൂല. എന്താ വിടാത്തത്? ടീച്ചർക്ക് ഒരു പേരുണ്ട്, ഓക്കെ, ആ പേരിൻ്റെ അടിയിൽ കുറേ കമൻസ് ഉണ്ട്. അതെൻ്റെ മോളെ ബാധിച്ചാലോ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. നല്ലത് വരുന്ന സമയത്ത് മാത്രം ടീച്ചർ വേണം, നല്ലത് വരാത്ത സമയത്ത് വേണ്ട, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പലരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അങ്ങനെയുള്ളവരുടെ അടുത്ത് നിങ്ങളെ കുട്ടികളെ മുന്നോട്ടേക്ക് കൊണ്ടുപോവാ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം കുട്ടികൾ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്റ്റേജ് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പോണ്ടത് ഇവിടത്തേക്കാ, വീട്ടിലേക്ക് തന്നെയാ. ഒരുപാട് അനുഭവിക്കേണ്ടി വരും. മക്കളെ, നിങ്ങൾ പാരന്റ്സിന്റെ അവരോട് പറഞ്ഞു നോക്കും, പക്ഷെ എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവരും ആശ്രയിക്കുക, ഭർത്താക്കന്മാരെ ആശ്രയിച്ചിട്ടായിരിക്കും, കുടുംബത്തിനെ നോക്കട്ടെ, ഡിപ്പെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ഒന്നും ശ്രമിച്ചു നോക്കും, ഇല്ലെങ്കിൽ പോട്ടെ, പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും താല്പര്യം ഉണ്ടോ, വാ മോളെ ചെയ്യാം എന്നുള്ള രീതിയിൽ അവസരം ഒരുക്കി കൊടുക്കും. അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കുടുംബം വഴിയാതെ അറിയും. ഇപ്പൊ ചേച്ചിയുടെ വീഡിയോ വൈറലായി കഴിഞ്ഞിട്ട് കുറെ ബാഡ് കമന്റ്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ നാട്ടിലൊക്കെ എങ്ങനെയാ? എൻ്റെ നാട്ടിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ നന്നായിട്ട് സംസാരിക്കുന്നതല്ല, അധ്യാപികയാണ്, അച്ഛൻ മിലിറ്ററിക്കാരനാണ്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും പിന്നെ പറയേ വേണ്ട, ഒത്തിരി പൊട്ടിത്തെറിച്ചു. ഞാൻ ഇത്തിരി ആണെങ്കിലും എൻ്റെ ഡബിളാ. അപ്പോ അത് കൂടാതെ എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, ജിത്തു, പ്രജീഷ്, നവനീത്, ഗോപു, ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് എനിക്ക് ഇങ്ങോട്ടാ കൂടുതൽ. എൻ്റെ നാട്ടിൽ എനിക്ക് ഗേൾ ഫ്രണ്ട്സ് കുറവാ, എന്നാലും ഉണ്ട്. നീതുവിനെയൊക്കെ പോലെ കുറച്ച്, വിജിന, അങ്ങനെ കുറച്ച് പേരുണ്ട്. എല്ലാവരും എന്നെ പോലെ തന്നെയാ. ഒന്നിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തയാണെങ്കിൽ ജഡ്ജ്മെന്റിൽ ഇരിക്കുന്ന ഈ ചിരിച്ചിട്ടുള്ള ടീച്ചറല്ല, സാരി കൊടുത്തു പോകുന്ന ഈ ടീച്ചറല്ല. ടീച്ചർക്ക് വേറൊരു സ്വഭാവം കൂടിയുണ്ട്. അത് എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയാം. സത്യം ഉള്ളത് ഏതാണോ, കാര്യമായിട്ടുള്ള എന്താണോ അതിൽ പ്രതികരിച്ചിട്ടേ ശീലമുള്ളൂ. കാരണം എൻ്റെ അമ്മ, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ്. എങ്ങനെ നല്ലത് കാണുന്ന സമയത്ത് നല്ലതിൻ്റെ കൂടെ നിൽക്കും, മോശം വരികയാണെങ്കിൽ മോശം കൂടെ പറയുകയും ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യില്ല, കാര്യങ്ങൾ പറയും. അപ്പോൾ എന്തായിരിക്കും, അയ്യോ ഓളോട് സംസാരിച്ചിട്ട് കാര്യമില്ലേ എന്ന് പറയും. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളുടെ കൂടെ മാത്രം നിൽക്കും. ഇതുവരെ ഒരു ബാഡ് കമൻറ്റ്, ഇപ്പം കഴിഞ്ഞ ഒരു പരിപാടിയുടെ സമയത്ത് ഞാനൊരു റീലിട്ട സമയത്ത് എൻ്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആർദ്ര, നിരഞ്ജന, ഷാദിയ, അച്ചു, അനു, ഒത്തിരി പേരുണ്ട്, അബി, ഒത്തിരി കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിയാത്തവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഒത്തിരി കുട്ടികളുണ്ട്. ഇവർ മാത്രമൊന്നുമല്ല, ക്ലാസ്സിലുള്ള കുറേ കുട്ടികൾ, കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. പേരുകളൊന്നും എല്ലാം ഈ തലയിൽ കയറൂല. കാണുമ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും, പൊന്നൂസേ മോളെ എന്നൊക്കെയാണ് ഞാൻ വിളിക്കുക. പക്ഷെ ഞാൻ മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അടുത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഞാൻ എന്താ പറയാ, ഒരു പരിപാടിയുടെ സമയത്തൊക്കെ മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കാം. പക്ഷെ അവരൊരു വീഡിയോ എടുത്തിടുന്ന സമയത്ത്, ഒരു റീലായിട്ട് എടുത്തിടുന്ന സമയത്ത് ചിലവരുണ്ട്, ഒരു കടിപ്പ് എന്ന് പറയും. ഇവര് എന്നെ വിമർശിക്കുന്ന എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ മകനെ വിമർശിക്കുമ്പോൾ എനിക്ക് പൊള്ളൂലേ. എനിക്കിവർ എത്ര വലുതായി കഴിഞ്ഞിട്ടാണ്, എനിക്ക് എൻ്റെ മക്കളാ, അവരെ കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഞാൻ അവരെ ന്യായീകരിക്കൂല, അവരുടെ കയ്യിൽ തെറ്റുണ്ടോ എന്ന് നോക്കും. തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കിയാണ് പോയിക്കോ, പിന്നെ ഈ വഴിക്ക് വരണ്ടെന്ന് പറയും. പക്ഷെ തെറ്റില്ലെങ്കിൽ അവരെ വെറുതെ കുത്തിപ്പൊക്കുന്നതാണെങ്കിൽ അത് ഞാൻ കണ്ടെത്തും, ഉറവിടം ഇടുന്നതാണ്. അത് ഇന്നും ഒരു ഉറവിടം ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലതിൻ്റെത് കണ്ടെത്തുകയും ചെയ്തു. പിന്നെ വേണോ നിൽക്കാമെന്നുള്ള രീതി പറയും. ചെയ്യാത്ത കുറ്റത്തിന് ഇന്നിപ്പോ
പ്രിയ ഒരു വേഷം ധരിച്ചിരിക്കുന്നത്. ആ വേഷത്തിന് പ്രിയക്ക് യാതൊരു കുഴപ്പവും തോന്നുന്നില്ല, എനിക്കും തോന്നുന്നില്ല, വീട്ടുകാർക്കും തോന്നുന്നില്ല, ചിലവരിക്കുണ്ട്. എങ്ങനെയെങ്കിലും ഇത് അടുപ്പിക്കണം. അപ്പൊ ആ കുട്ടീനെയല്ല പാരന്റ്സിനെയാണ് കണ്ണിങ് ആയിട്ട് കാണുക. ഇതെന്ത് വേഷമാണ്, ഇങ്ങനത്തെ വേഷം ഇട്ടിട്ടാ കളിക്കണ്ടേ എന്ന് പറയുമ്പോൾ കുട്ടിയൊക്കെ ഫീൽ ചെയ്യും, കുടുംബത്തിന് ഫീൽ ചെയ്യും, നിൽക്കണ്ടേ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടി എന്ത് ചെയ്യും, ബാക്ക് അടിക്കും. ഇമേജ് എൻ്റെ ഇങ്ങനെയായോ 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 ഇല്ലേ. അപ്പൊ ആ കുട്ടിയുടെ കലയും മുരടിക്കും. ആ വേഷത്തിൽ ഒന്നും ഉണ്ടാവൂല. പക്ഷെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർക്ക് അത് തിരിപ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചിലവരുണ്ട്. പക്ഷെ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നില്ല. പൊളിച്ചെടുക്കി. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ റീൽ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഒത്തിരി പ്രായമുള്ളവര്, എന്നെയല്ല എൻ്റെ പിള്ളേർ, അയ്യോ ടീച്ചർ പിള്ളേരെ ഇത് ഷെയ്ക്കാൻ എടുക്കുന്നു, ടീച്ചറെ പൊളി, നമ്മളെ നാട്ടിന്റെ അഭിമാനം എന്ന് പറയുന്നവരുണ്ട്. അതേ സമയത്ത് പലരും ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ കൂടെ അനന്തശയനത്തിൽ കടന്ന് ജഡ്ജ്മെന്റ് ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നവരും കൂടിയായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ട്, ഇവൾ എന്ത് ടീച്ചറാണ്, ഇവളൊരു ടീച്ചർ, LP സ്കൂൾ അധ്യാപിക, LP സ്കൂളിന്റെ ഇത് ചെയ്താൽ പോരെ, എന്തിനാ ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടി പോന്ന്, ഇവളാന്ന് വലിയ ഡയലോഗ് പറയുന്നത് എന്ന് പറയുന്നവരുണ്ട്. അത് അവിടെ മാത്രമല്ല, സ്കൂൾ മേഖലയിലും ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. അമ്മ ഇതിന്റെ ഡബിളിന്റെ ഡബിൾ വൈറലായിട്ടില്ലെങ്കിലും ഇതിന്റെ ഡബിളിന്റെ ഡബിൾ അമ്മ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയാണ് ആകാശവാണിയിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ അമ്മ. അപ്പോ ആ അമ്മയുടെ വിഷമം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോ അത്തരത്തിലത്തെ ഏഴേലൊക്കെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തരണം ചെയ്തോളാം. അപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാനൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നിലുള്ള കല എന്നെ കൊണ്ട് ആർക്കൊക്കെ നല്ല വരുത്താൻ വേണ്ടി പറ്റുമോ ആ രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇനി കൊല്ലങ്ങളിൽ ജഡ്ജ്മെന്റ് ചെയ്തിട്ടിരിക്കാന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആവുന്ന പോലെ ചെയ്യും. മനുഷ്യനല്ലേ, എപ്പം ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. എത്ര കാലം മനുഷ്യന്മാരുണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിൽക്കുന്നുണ്ട്. നാട്ടിൽ മോശമില്ലാത്ത വിലയുണ്ട്. അത് ഈ ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, അതിൽ മുന്നേ ഉള്ള തന്നെയാണ്. കാരണം ഫീസ് വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യലില്ല. അതുകൊണ്ടായിരിക്കാം. എന്നാലും ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പൊ ഗംഗാട്ടൻ അങ്ങനെ കുറേ പേരുണ്ട്. കുറെ പേരൊക്കെ ടീച്ചറെ ഒന്ന് ഇന്ന് വരണേ, ഒന്ന് പിള്ളേരെ നോക്കണേ, ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും. അങ്ങനെ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇച്ചിരി വില ഉണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ അത് സഹായിച്ചു. ഞാൻ ആദ്യം കയറുമ്പോൾ എൻ്റെ സ്കൂളിൽ 42 കുട്ടികളുണ്ടായിരുന്നു, വിത്തിൻ 42 സ്റ്റുഡൻസ്. അപ്പോൾ അവിടെ കയറി ഞാനും എൻ്റെ സഹപ്രവർത്തകരൊക്കെ കൂടിയിട്ട് വീട്ടിലെത്തുന്ന 9 മണിക്കാണ്. കുട്ടികളെ ക്യാൻവാസ് ഒത്തിരി സ്കൂളുകളാ. അപ്പോൾ ഒരുപാട് അടുത്തടുത്ത സ്കൂൾ, എല്ലാ സ്കൂളുകളും കുട്ടികൾ വേണ്ടേ, നമുക്ക് പിടിച്ചു വലിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. കൂടാതെ തന്നെ CBSE സ്കൂളുകൾ മുളച്ചു പോകുന്നപ്പോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷേ ഞാനന്ന് ആ സ്കൂളിൽ കാലുകുത്തിയ സമയത്ത് 42 കുട്ടികളെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടുകാർ, ഞാൻ അപ്രൂവൽ ആവാൻ വേണ്ടിയിട്ട്, ഞാനും എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളും എല്ലാവരും അപ്രൂവൽ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായി. എല്ലാവരും ഇറങ്ങി. അപ്പൊ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കൂലേ. 42 കുട്ടികളുടെ അടുത്ത് 82 കുട്ടികൾ ഒറ്റ കൊല്ലം കൊണ്ടായി. LKG UKG സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ ഒരാളുടെ മിടുക്കൊണ്ടല്ല, എന്നിലുള്ള ഇഷ്ടവും എൻ്റെ സഹപ്രവർത്തകരിലെ ഇഷ്ടവും നമ്മുടെ ആത്മാർത്ഥതയും. അപ്പോ അത് വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് എൻ്റെ നാട്ടുകാരെന്റെ കൂടെ. കാരണം ഞാൻ ഒരാളെയും വേദനിപ്പിക്കലില്ല. അവര് പറയുന്ന കാര്യം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യേണ്ട. എനിക്ക് ഫാമിലി പരമായിട്ടുള്ള പ്രയാസങ്ങളുള്ള സമയത്ത് പോലും എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. കുടുംബക്കാരിൽ പലരും ഉണ്ടായിട്ടില്ല, പക്ഷെ നാട്ടുകാരും സുഹൃത്തുക്കളും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ പറയുകയും ചെയ്യേ, ടീച്ചറെ അത് ശരിയല്ലേ, അത് വേണ്ട, അത് നമുക്ക് വേണ്ട, ഓക്കെ. അതുകൊണ്ട് അതിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. നാടാണ്, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ചങ്കുകളാ. ഒരു സകലകലാ വല്ലഭിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മിമിക്രി ചെയ്യും, മോണാക്ട് ചെയ്യും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഇപ്പൊ എന്താ നമുക്ക് വേണ്ടിട്ടൊന്ന് ചെയ്യാനായിട്ട് പറ്റുക? ഇന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ ഡാൻസും കണ്ടു, പാട്ടും പാടി, ഒരു പറ്റില്ല, ജസ്റ്റ് ഒരു മുദ്ര പിടിക്കുന്ന രീതിയിലൊരു ഇത് പറയുക ചെയ്തിട്ടുള്ളൂ. ഒരു മാപ്പിളപ്പാട്ടാവും, കുഴപ്പമില്ലല്ലോ. മാപ്പിളപ്പാട്ടും എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന, എൻ്റെ നാടൻ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന റംഷി പട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. റംഷി പട്ടുവോ അദ്ദേഹവും കൈകൊട്ടി കളിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല ജഡ്ജാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടായിട്ടാണ്. പക്ഷെ നമ്മളെടുത്ത് തന്നെ ഇരിക്കും റംഷിയേട്ടൻ. റംഷിയേട്ടനെല്ലാം ഒരു ഭയങ്കര ത്രില്ലിങ്ങാണ്. അപ്പോൾ റംഷിയേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ആകെ 4 മാപ്പിളപ്പാട്ടേ പഠിച്ചിട്ടുള്ളൂ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ട് എൻ്റെ സ്കൂളിലെ കുട്ടികളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. യദു, ഷാദിയ, ഇന്ന് ഡാൻസ് കളിക്കുന്ന ഷാദിയ മോള്, ഇവരൊക്കെ പഠിപ്പിച്ചിട്ട് അവർക്കും കിട്ടിയിട്ടുണ്ട് പ്രൈസ്. ആ പാട്ട്
സഹബോ നബിയൊത്ത് ഗുരുജികൾ ഇരുപുറഹായരുടെ ദുഹജയ സമയം മോറാതുകൾ വീട്ടുവൻ കനിതിടെ ഉടയോനോടടുക്കവെ ഒത്തുപിടിത്ത് ചിരിത്ത സമയം മിടുക്കന മസുപറന്ന് ജനത്തിനെ ഇവിടത്തിൽ ഇരിക്കണെന്ന് ഏറ്റം തൊടിയിലെ ഹൗലിയിലെടുത്തിടു കണ്ടാൻ കൊല്ലാൻ മടിക്കില്ല സാരം കേട്ടാനേ കൊല്ലാൻ മടിക്കില്ല സാരം കേട്ടാനേ സ്വരം കേട്ടിട്ട് അരിഹം സഹൂടനോടി അടുത്ത് സൊയ്ഫാലി കൊടുത്തു വിട്ടത് കൂട്ടിക്കൊടുത്ത് സ്വരം കേട്ടിട്ട് അരിഹം സഹൂടനോടി അടുത്ത് സൊയ്ഫാലി കൊടുത്തു വിട്ടത് കൂട്ടിക്കൊടുത്ത് തടിമുടി അടിപിടി കടകും കൊണ്ടി വിടും ചൊടിയിടി പെട്ടാതും കൊല്ലും നടുങ്കീട് പടയും കിടുങ്കീടെ അടിമുടി ഉടലുകൾ നടുങ്കീടെ പൊങ്കും മരിശമിൽ ഉശുരുള്ള പുലിഹംസപ്പടകളോട് അവർ തിങ്കും പൊങ്കും മങ്കും മങ്കുലെങ്കും ചൊങ്കുറ്റൊലി കിടുങ്ങി മനം നടുങ്ങി അരിശൊത്തൊടെ ഒപ്പിട ശിപ്പടി ഹംസ തുർച്ചിടതിയിൽ പട മടക്കി കടുവപ്പോൾ ഞൊടിയിലെ നടുവിലക്കി പണിപ്പെട്ടുടെ 18 ആയുധം ഉടച്ച് ചിണ്ടാനേ ഇണ്ടാനേ ചതി കൊണ്ടാനേ ചിണ്ടാനേ ഇണ്ടാനേ ചതി കൊണ്ടാനേ. എന്ത് നന്നായിട്ടാ പാടുന്നേ. അത് ഇപ്പോഴും ഞാൻ പറയാ, അന്ന് പമ്പാ ഗണപതി കളിക്കുമ്പോ കളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ ഞാൻ ഇരുന്നിട്ടാ പാടിയിട്ടുള്ള. അതുകൊണ്ടുള്ള ബ്രീത്തിന്റെ ഇഷ്യൂസ് ഉണ്ട്. പറഞ്ഞതില് പല പ്രൊണൗൺസിയേഷൻ ഉണ്ട്. കാരണം കുറേ കാലമായി എന്റെ ഓർമ്മയില് 4ാം ക്ലാസ് പഠിപ്പിക്കുമ്പോ, 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോ എന്നെ പഠിപ്പിച്ചാണ് റംഷേട്ടെ. 4ാം ക്ലാസ് പഠിക്കുമ്പോ അതിനുശേഷം കുറച്ചെണ്ണം പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് കാരണം ഇത് കോമ്പറ്റീഷൻ അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത്ര പ്രിപ്പയർ ചെയ്തിട്ടില്ല, പറഞ്ഞോളൂ. അതെ, ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കുന്ന രേണുക ടീച്ചറിന് മാത്രമേ അറിയുള്ളൂ. എന്താണ് ശരിക്കുള്ള രേണുക ടീച്ചർ എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ള, നെഗറ്റീവ് കമന്റ് ഇടുന്നവരുണ്ടാവാം, പോസിറ്റീവ് കമന്റ് ഇടുന്നവരുണ്ടാവാം. ഇപ്പോൾ 1K സംതിങ് നല്ല എന്താ പറയാ സൂപ്പർ എന്ന് ഇടുന്നവരിൽ ഏകദേശം ഒരു 100 സംതിങ് എങ്കിലും മോശമായിട്ടുള്ള റിപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. പക്ഷേ ഒരാളെ വിമർശിക്കുമ്പോൾ ഈ ചില മെസ്സേജുകൾ ഇടുമ്പോൾ ഇതൊക്കെ ചെറിയ കുട്ടികളും കൂടി കാണുന്ന പല സിമ്പലുകളും, ആ സിമ്പലുകളൊക്കെ ഞാൻ എന്താണെന്ന് പറയുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളും അതറിയാത്ത രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സിമ്പലുകളൊക്കെ ഇടുന്ന സമയത്ത് വേണ്ടെടുത്ത് മാത്രം കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ നല്ല രീതിയിലുള്ള കലകളൊക്കെ മുന്നോട്ട് വരും, കലാകാരികളും മുന്നോട്ടേക്ക് കൊണ്ടുവരും, നല്ല സ്വഭാവമുള്ളവരും വരും. പിന്നെ അനാവശ്യ വാക്കുകളൊക്കെ പറയുന്നുണ്ടാവാം. അപ്പോൾ ചിലവർ തെറ്റിദ്ധരിക്കുക, ഇവർ വീട്ടിൽ നിന്ന് ഇവർ ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്. ആ വാക്കുകൾ ഞാനിവിടെ പറയുന്നില്ല, ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിലായതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ പരമാവധി ഒന്ന് കുറക്കുന്നത് നന്നായിരിക്കും. അത് ഒരു കലാകാരിനെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടി ബാധിക്കും. ചിലപ്പോൾ അത് കുടുംബത്തിനെയും തകിടുമാറില്ല. രേണുക ടീച്ചർ മാത്രമല്ലല്ലോ, ഒത്തിരി പേരുകളില്ല. അപ്പോൾ ചിലവരുടെ ലൈഫിനെ അത് എന്താ പറയുക സൂയിസൈഡിൽ വരെ എത്തിക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ വരുന്നു. അതൊന്ന് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നല്ല എല്ലാ ജഡ്ജസിനെയും കലാകാരികളെയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇതിപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രിയയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകളെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി ഞാനിവിടെ പറയുന്നു. വേറൊന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ചേച്ചി ഇവിടം വരെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ഇനിയും നല്ല നല്ല പ്രോഗ്രാംസ് കിട്ടാനായിട്ട് ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.